ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐഷൂസ് മാജിക്കൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഓൺ വോയിസ് ചെയ്തിരുന്നു എൻ്റെ മോളെ മാറ്റങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേരൻസ് നല്ല കമൻസ് അറിയിച്ചു. എല്ലാവർക്കും സന്തോഷം, എല്ലാവരും എന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. കുറേ ആളുകൾക്ക് വീണ്ടും ഐഷൂട്ടിൻ്റെ മാറ്റങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ വീഡിയോ ബാക്കി ചെയ്യുമോ എന്നെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറായി. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് വിശന്നാൽ എങ്ങനെ എന്നോട് അവൾ ആവശ്യപ്പെടും, അത് പാട്ടിലൂടെ. സംസാരം നിന്ന് പോയപ്പം പാട്ടിൽ ഇൻട്രസ്റ്റ് ആയ കുട്ടി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയത്. കിച്ചണിൽ ഒരു ഡയറി, ഒരു പേന, അതെനിക്ക് എപ്പോഴും ഉണ്ടാവും. ഞാനിങ്ങനെ ചുമ്മാ ബ്രെയിൻസ് എഴുതും. അവൾ ആവശ്യങ്ങൾ അപ്പം അവൾക്ക് എന്താണോ ആവശ്യം അതായിരിക്കും എൻ്റെ വരികളിൽ ഉണ്ടാവുക. അതിന് പ്രത്യേക ഈണം, ഒരു പാട്ട് രൂപത്തിൽ പറയാതെ ഒരു പ്രത്യേക ഈണം നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു എൻ്റെ ഓരോ കാര്യങ്ങളും. അത് എന്താണോ അവൾ അപ്പോഴത്തെ ആവശ്യം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അവളിപ്പം ബോഡി പാർട്സ് പഠിപ്പിക്കുന്ന രീതി, ഞാൻ നേരത്തെ പറഞ്ഞത് ഫുഡ് ആവശ്യപ്പെടുന്നതായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബോഡി പാർട്സ് എങ്ങനെ അവൾ പഠിച്ചെടുത്തു, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. ഇത് ഒന്നും അറിയാത്ത കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ ഇൻട്രസ്റ്റ് ആയി അത് പഠിക്കും. അത് മനസ്സിലാക്കിയിട്ട് നമ്മളോട് തിരിച്ച് പറയാൻ തുടങ്ങും. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബോഡി പാർട്സിനെ കുറിച്ചാണ് കേട്ടോ. കണ്ണെനിക്ക് കാണുവാൻ, ചെവി എനിക്ക് കേൾക്കുവാൻ, മൂക്കെനിക്ക് മണക്കുവാൻ, നാക്കെനിക്ക് രുചിക്കുവാൻ, പല്ലെനിക്ക് ചവയ്ക്കുവാൻ, കൈയെനിക്ക് എഴുതുവാൻ, കാലെനിക്ക് നടക്കുവാൻ. ഇതാണ് ഞങ്ങളെ ബോഡി പാർട്സ് പരിചയപ്പെടുത്താനുള്ള പാട്ട് ഞാൻ മുന്നേ യൂട്യൂബ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോളത് പാടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്നെപ്പോലുള്ള മറ്റുള്ള പേരൻസിന് നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ പഠിപ്പിക്കേണ്ട രീതി ആണ് കേട്ടോ. എല്ലാ മക്കൾക്കും പാട്ട് ഇഷ്ടമാവും. പക്ഷേ ഇത്തരം മക്കളിൽ ഏതെങ്കിലും ഒരു കഴിവ് എക്സ്ട്രാ അള്ളാഹു നൽകും. അതായത് ചില പരിമിതികളുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കഴിവുമായിട്ട് ചില കാര്യങ്ങളിൽ അവർ ഓക്കെ ആവും. പാടാനോ വരക്കാനോ എഴുതാനോ ഡാൻസ് ചെയ്യാനോ ആ കഴിവ് ഏതാണ് നമ്മൾ പേരൻസ് കണ്ടെത്തിയിട്ട് അതിലൂടെ നമ്മളിവരെ പഠിപ്പിച്ചെടുത്താൽ പെട്ടെന്ന് അതിലേക്ക് വരാൻ ഈ കുട്ടികൾക്ക് കഴിയും. 100% ഇവർ ഓക്കെ ആവാനല്ല, 80% അവർ കാര്യങ്ങൾ ചെയ്യാൻ ആദ്യം പഠിക്കട്ടെ. അതാണ് പേരൻസ് മുൻഗണന നൽകേണ്ടത്. ഞാൻ ഈ പാട്ട് പഠിപ്പിക്കുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് അവളിരുത്തും. എന്നിട്ട് അവളെ കൈകൊണ്ട് എൻ്റെ ശരീര ഭാഗങ്ങളെ തൊടിയിപ്പിക്കും. അതായത് കണ്ണെനിക്ക് കാണുവാൻ, ചെവി എനിക്ക് കേൾക്കുവാൻ, മൂക്കെനിക്ക് മണക്കുവാൻ, നാക്കെനിക്ക് രുചിക്കുവാൻ, പല്ലെനിക്ക് ചവയ്ക്കുവാൻ, കൈയെനിക്ക് എഴുതുവാൻ, കാലെനിക്ക് നടക്കുവാൻ. ഇങ്ങനെ തൊടിയിപ്പിക്കും ഞാൻ. അപ്പം ഏതാണ് ബോഡി പാർട്സ്, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എൻ്റെ കൈകൊണ്ട് അവളെ ബോഡി പാർട്സ്, എവിടെ ഐഷൂട്ടിൻ്റെ കണ്ണെനിക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിങ്ങനെ പാടും. ഇതെല്ലാം ഞാൻ തന്നെയാണ് പാടുക. അവളിത് ശ്രദ്ധിച്ചിരിക്കേ ഉള്ളൂ. പിന്നീട് അവൾ തിരിച്ച് പാടും. ഇപ്പം എല്ലാ കാര്യങ്ങളും പാട്ടിലൂടെ എന്നോട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സംസാരത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പാടി എന്ന് അവൾ കറക്റ്റായി പാടിയതിന് ശേഷം ഞാൻ അവൾ ചോദിക്കും, എന്താണ് പാട്ടിലൂടെ മോൾ എന്നോട് ആവശ്യപ്പെട്ടത്, അതൊന്ന് പറയാമോ. കണ്ണെന്തിനാ? കാണാനാണോ കുട്ടിക്ക്? കുട്ടി കണ്ടോ ഇവിടെ എന്തോ വെച്ച് വരച്ചത്, ചിത്രം വരച്ചിട്ടുണ്ടോ, ഭംഗിയുണ്ടോ ചിത്രത്തിന്, അല്ലെങ്കിൽ ഇതാരാണ്, ഇത് ഉമ്മച്ചിയാണോ, ഉമ്മച്ചിൻ്റെ മോൾക്ക് ഇഷ്ടമാണോ, മോളെ വീട് എവിടെ, അല്ലെങ്കിൽ മോളെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, ചെടി ഉണ്ടോ, ചെടിയുമ്പോൾ പൂവുണ്ടായിട്ടുണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ വർണ്ണന നല്ല രീതിയിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആകുന്ന രീതിയിലായിരിക്കും ഞാൻ പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ പാട്ടിൽ നിന്നും സംസാരത്തിലേക്ക് കൊണ്ടുവന്ന മോളാണ് എൻ്റെ ഐഷൂട്ടി. എന്ത് കാര്യമാവട്ടെ അവളെ ആവശ്യം, അപ്പോൾ അവൾക്ക് എന്താവശ്യമാണോ അതിനു വേണ്ടി ലൈൻസ് ഉണ്ടാക്കുക. ചുമ്മാ ഇങ്ങനെ എഴുതുക. എന്നിട്ട് അതിൽ നിന്നും പ്രത്യേക ഈണം നൽകിയിട്ട് അതിൽ നിന്നും വേർഡ്സ് തിരഞ്ഞെടുത്ത് ചോദിക്കുക. എന്നിട്ട് സംസാരത്തിലേക്ക് കൊണ്ടുവരിക. മാഷാ അല്ലാഹ്, ആ ഒരു ട്രിക്ക് ഒരുപാട് വിജയം കണ്ടു കേട്ടോ. അപ്പോൾ എന്നെപ്പോലുള്ള പേരൻസിനോട് ഞാൻ പറയുന്നത്, നിങ്ങളും ഈ രീതിക്ക് ഫോളോ ചെയ്തോ. എന്തായാലും പാട്ട് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. അപ്പോൾ പാട്ടിലൂടെ നമുക്ക് നമ്മളെ കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ എന്ത് ചെയ്യാനാണെങ്കിൽ, വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മോൾക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത കുട്ടിയായിരുന്നു കേട്ടോ. എവിടെ പോയാലും എനിക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. ആ സ്പീഡ് തന്നെ തിരിച്ചിങ്ങോട്ട് പോകാം. ചിലപ്പോൾ അതിനെക്കാട്ടും സ്പീഡ് പോരേണ്ടി വരും. കാരണം അവിടെ നിൽക്കാൻ കഴിയില്ല.
അവിടുന്ന് അവൾ എന്തെങ്കിലും ഹൈപ്പർ കാണിച്ചിട്ട് അവളെ വീട്ടിലെത്തണം. അതും അവളെ വീടിൻ്റെ ഏറ്റവും ഒരു ഇരുട്ടായ മൂലയിലിരിക്കണം, ഒറ്റയ്ക്ക് ചിന്തിക്കണം, ഒറ്റയ്ക്ക് പാട്ട് ആസ്വദിക്കണം, ഒറ്റയ്ക്ക് പാട്ട് കേൾക്കണം. പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്കൊന്നും ഞാൻ അവളെ വിട്ടുകൊടുത്തില്ല. അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു സമ്പ്രദായം പറ്റ മാറ്റിയെടുത്തു. കാരണം ഇത്തരം കുട്ടികൾക്ക് അവരുടേതായ ലോകത്ത് ചിന്തിക്കാനും ആസ്വദിക്കാനുമായിരിക്കും കൂടുതൽ താല്പര്യം. പക്ഷേ നമ്മൾ അവരെ ഫുൾ ടൈം എന്തെങ്കിലും ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. ഒന്നുമില്ലെങ്കിൽ കിച്ചണിൽ നമ്മൾ സദാസമയം ഓരോ ജോലിയിലായിരിക്കുമല്ലോ, ആ ജോലിയിലൊക്കെ നമ്മൾ മക്കളെ ഉൾപ്പെടുത്തുക. നമ്മൾ നേരം വെളുത്ത് എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട്, അതിലെല്ലാം കുറച്ച് ടൈം എടുക്കേണ്ടി വരും. ടൈം നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഇവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് നമ്മുടെ സമയം. നമ്മളെല്ലാത്തിനും ഒരു ടൈം ടേബിൾ വെക്കുക. ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന സമയത്ത് അവളെ എണീപ്പിക്കണം. ആ സമയത്ത് എണീപ്പിക്കുമ്പോൾ അവളെ എന്ത് ചൊല്ലി എണീപ്പിക്കണം? എൻ്റെ മോൾ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന് വേണ്ട എണീക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റ്, ഉറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്റ്, നിസ്കാരത്തിന് എന്തൊക്കെ ചെയ്യണം, എത്ര വാക്ക് നിസ്കാരങ്ങളുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു മദ്രസ അധ്യാപിക കൂടിയാണ് ഞാൻ. ഇതെല്ലാം ഞാൻ സ്വയം എനിക്ക് ആഗ്രഹം കൊണ്ട് നേടിയെടുത്തതാണ്. കാരണം ഒരു രക്ഷയില്ലായിരുന്നു, ഒരു ടീച്ചറിനും കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയായിരുന്നു കേട്ടോ. ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് സ്കൂളിൽ വന്നിരിക്കുന്നത് പോലെ മദ്രസയിൽ ചെന്നിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മളെ കുട്ടികൾക്ക് മതപരമായ അറിവ് വേണമല്ലോ, എല്ലാ അറിവും നമ്മളെ മക്കൾക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചത്, ഞാൻ പറഞ്ഞത് മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മഹദിൻ മലപ്പുറം മേൽമുറിയിൽ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയത്. അവിടെ വെച്ചിട്ട് തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഞാൻ വാങ്ങിയത് ഖലീൽ ബുഖാരി തങ്ങളുടെ കയ്യിൽ നിന്ന്. ഖലീൽ ബുഖാരി തങ്ങൾക്കും ഇതുപോലെ ഒരു സ്പെഷ്യലായിട്ടുള്ള കുട്ടിയുണ്ട്. മാഷാ അല്ലാഹ്, ഞങ്ങളൊക്കെ അതിൽപ്പെട്ട ഒരമ്മയായല്ലോ, അതിലൊരുപാട് അഭിമാനമുണ്ട്. കാരണം ഇത്തരം പേരൻസിനെ ദൈവം കണ്ടറിഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിന് കഴിയുമോ, നിങ്ങൾക്കതിന് കഴിയും എന്നുള്ള ഒരു ബോധം നമ്മളെ പടച്ച തമ്പുരാനുണ്ട്. ഒരിക്കലും ആ പ്ലാനിങ് തെറ്റില്ല. നമ്മൾ ഒരുപാട് പ്ലാനിങ്ങിലൂടെ ഒരു മക്കൾക്ക് ജന്മം നൽകുന്നത്. ഈ കുട്ടി ജനിച്ചാൽ ഒരാണായാലും പെണ്ണായാലും ഇന്ന രീതിയിലേക്ക് ആ കുട്ടിയെ മാറ്റിയെടുക്കണം, അവൻ നല്ലൊരു ഡോക്ടർ ആക്കണം, അവൻ നല്ലൊരു എൻജിനീയർ ആക്കണം. ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ 10 മാസം, അതായത് 10 മാസം മുഴുവനായിട്ട് ഒരു അമ്മയുടെ വയറ്റിൽ കുട്ടി കിടക്കുന്നില്ലെങ്കിലും 9 മാസം 10 ദിവസം, ആ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുകയാണ്. എൻ്റെ കുട്ടി ജനിച്ചാൽ അത് ഇന്ന കുട്ടിയായെങ്കിൽ ഞാൻ അവനെ ഈ രീതിയിൽ വളർത്തും, അല്ലെങ്കിൽ ഇന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഞാൻ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ. പക്ഷേ അങ്ങനെ പ്രതീക്ഷയോടെ ജനിക്കുന്ന കുട്ടികൾ ഈ രീതിയിലേക്കാകുമ്പോൾ മാഷാ അല്ലാഹ്, നമ്മൾ എന്താണെന്ന് ചെയ്യേണ്ട അറിയാത്ത അവസ്ഥയിലൂടെ അങ്ങനെ കടന്നു പോകും. എൻ്റെ ഈ കുട്ടി ജനിച്ചപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എൻ്റെ ഡെലിവറി നോർമലായിരുന്നു, പ്രഗ്നൻസി ടൈം ഒക്കെ നോർമലായിരുന്നു, ബോൺ വെയ്റ്റ് അവൾക്ക് കറക്റ്റായിരുന്നു. അവൾ ജനിച്ച ഉടനെ കരഞ്ഞിരുന്നു. ഒരു നിലക്കും എനിക്ക് അവൾ സ്പെഷ്യൽ കുട്ടിയാണ് എന്ന് തിരിച്ചറിയാനേ കഴിഞ്ഞിട്ടില്ല. 2 വയസ്സും 2 മാസം ആയപ്പോഴാണ് അവളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അതുവരെ ഞാനൊരു നോർമൽ പേരൻ്റ് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്തരം പേരൻസിനെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നവർ തന്നെയാണ്. അവർക്കതിന് കഴിയും. എല്ലാ ശക്തിയും ക്ഷമയും എല്ലാം അള്ളാഹു അവർക്ക് നൽകുന്നുണ്ട്. അതിന് വേണ്ട സാമ്പത്തികവും നമുക്ക് അള്ളാഹു നൽകും. ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല. നമ്മൾക്കുള്ള ഈ ആരോഗ്യം അത് എപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. നമ്മളിപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടാണ്, എനിക്കൊരു ഭിന്നശേഷിയില്ല, ഞാൻ എല്ലാം ഓക്കെയാണ് എന്ന് ചിന്തിക്കുന്ന നമ്മൾ, ഒരു പക്ഷേ നമ്മളൊന്ന് തറയിൽ കുറച്ച് വെള്ളം വീണാൽ തെന്നിയാൽ മതി, നമ്മൾ വീൽ ചെയറിലേക്ക് മാറാം. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് ജസ്റ്റ് ഒരു തല കറങ്ങി വീണാൽ നമ്മൾ അബോധാവസ്ഥയിലേക്ക് മാറാം. നമ്മൾ ഈ ഒരു ലൈഫിൽ നമ്മുടെ ശരീരത്തിന് യാതൊരു ഗ്യാരൻ്റി ഇല്ല. നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതിനകത്തൊക്കെ 1 വർഷത്തെ ഗ്യാരൻ്റി ഉണ്ടാവും, ഗ്യാരൻ്റിയും വാറൻ്റിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ മനുഷ്യ ശരീരത്തിന് യാതൊരു ഗ്യാരൻ്റി അള്ളാഹു നൽകുന്നില്ല. എപ്പം വേണമെങ്കിൽ നമുക്ക് മരിക്കാം. നമുക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിയമത്ത്, ഏറ്റവും വലിയ സമ്പാദ്യം അത് നമ്മളെ മക്കളാണ്, സ്വാലിഹായ സന്താനങ്ങൾ. അത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് അള്ളാഹു നൽകുന്നത്. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേരൻസ്, അതിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ. നിങ്ങളൊക്കെ സഹതാപത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നത്, അതല്ലെങ്കിൽ അയ്യോ പാവം ആ ഉമ്മാൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, ആ കുട്ടി ഉണ്ടായതിനു ശേഷം അവൾ അങ്ങ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു, എന്നിട്ടും ആ കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. അതായത് ഞങ്ങളെ കാണുമ്പോൾ ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട്, അസുഖത്തിന് കുറവുണ്ടോ, മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ടോ,
പക്ഷേ ആ ചോദ്യം തന്നെ നിങ്ങൾ പാടെ ഒഴിവാക്കുക. ഞങ്ങളെ കുട്ടികൾക്ക് ഒരു അസുഖവുമില്ല, അവർക്ക് ഒരവസ്ഥയാണ്. ആ അവസ്ഥയെ ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വന്ന് ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ചെറിയൊരു അനക്കം മാറ്റം വന്നാൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലുതാണ്. അതായത് അവരെ കാര്യങ്ങൾ അവർ ഉമ്മ എന്ന് വിളിക്കാനായാൽ അത് വലിയൊരു മാറ്റം. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഞാൻ മൈസൂർ ട്രെയിനിങ് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉമ്മയും മോനും അവരെന്നോട് പറയാണ്, 4 വർഷത്തോളമായി ഞാൻ ഈ മൈസൂർ വന്നിട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇന്നേ വരെ എൻ്റെ കുട്ടി എന്നെ ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല. അതൊന്ന് വിളിക്കാനായാൽ ഞാൻ ട്രെയിനിങ് നിർത്തി നാട്ടിലേക്ക് പോകും. അതാണ് ഫസ്റ്റ് വേണ്ടത്. കാരണം ഞാനാണല്ലോ അവന് ജന്മം നൽകിയത്. അവനൊന്ന് എന്നെ ഉമ്മ എന്ന് വിളിച്ചെങ്കിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ബാക്കി ഒന്നും വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം അവന് കുടിക്കുന്നില്ല, അവൻ്റെ ഒരു കാര്യം അവൻ സ്വയം ചെയ്യുന്നില്ല, പക്ഷെ അവൻ ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പം അത്തരം പേരൻസിനേ ഉള്ളൂ ഇതിൻ്റെ ഒരു മഹാത്മ്യം, ഇതിൻ്റെ ഒരു വില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പം ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിൽ കടന്നു വരുന്ന ഓരോ പേരൻസിനും ഞാൻ ഈ പറയുന്നത് അത്രമേൽ മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഞങ്ങളെപ്പോലെ അല്ലാത്ത നോർമൽ പേരൻസിന് അത് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് അപ്പം മാറ്റം. സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാൻ കഴിയുന്നതും ഒരു മാറ്റമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തോ? റിസൾട്ട് കിട്ടി അത്ര അത്ഭുതപ്പെടാൻ എന്തായിരിക്കുന്നു, പക്ഷേ ഞങ്ങൾക്കത് വലിയ അത്ഭുതം തന്നെയാണ്. ഇതൊന്നും അറിയാത്ത കുട്ടിയെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് മാറ്റിയെടുക്കാമെന്നല്ലോ. അപ്പോൾ പടച്ച തമ്പുരാന് ഒരിക്കലും തെറ്റില്ല. ആരെ കൈകളിൽ ഏൽപ്പിക്കണം, ആരെ കൈകളിലാണ് ഇവർ സുരക്ഷിതമായിരിക്കുക എന്ന് അള്ളാഹുവിന് എല്ലാം നല്ല ബോധ്യമുണ്ട്. അള്ളാഹുവിൻ്റെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും മുൻ നിശ്ചയപ്രകാരം തന്നെയാണ് നടക്കുക. അല്ലാണ്ട് നമുക്കത് മുന്നേ അറിയാൻ കഴിയില്ല. അള്ളാഹുവിന് യാതൊരു പിഴവും സംഭവിക്കില്ല. മാഷാ അല്ലാഹ്, അത്തരം പേരൻസ് ആയത് ഞങ്ങളൊക്കെ അഭിമാനം കൊള്ളുന്നുണ്ട് കേട്ടോ. ഈ മക്കൾ സാധാരണ മക്കളല്ല, അസാധാരണ കഴിവുള്ളവർ എന്ന് വേണം പറയാൻ. ഖലീൽ ബുഖാരി തങ്ങൾ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ സമയത്ത് തങ്ങളെ എടുത്തിരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ കുട്ടികളിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാകും, ഇതുപോലുള്ള കുട്ടികളെ അമ്മമാരെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരിയാകും. അതിന് ഞാൻ എന്ത് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയും അതൊക്കെ ചെയ്യും എന്നൊരു പ്രതിജ്ഞ ഞാൻ അവിടെ നിന്ന് തങ്ങളെ മുന്നിൽ വെച്ച് ഞാൻ കൊടുത്തിരുന്നു. നിങ്ങൾക്കതിന് കഴിയും എന്നൊരു വാക്കും എനിക്ക് തങ്ങളന്ന് തന്നിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഫലം കൊണ്ടായിരിക്കാം. പിന്നെ എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ സിബ്ലിങ്സും അവളെ സിബ്ലിങ്സും പിന്നെ എല്ലാവരും സപ്പോർട്ടാണ്. കാരണം അമ്മ അങ്ങ് മാറാൻ തയ്യാറായ ബാക്കി എല്ലാവരും ഓൾറെഡി സപ്പോർട്ടാവും. അമ്മ ഒക്കെ ആവാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് പഴിച്ചാരിയിരുന്നിട്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് അമ്മ ശക്തിയാവുകയാണ്. വീട് സന്തോഷം ലഭിക്കണമെങ്കിൽ അമ്മ മാറണം. അതല്ല അമ്മ മൂഡ് ഓഫ് ആയിരുന്നു, എന്തായാലും എനിക്ക് ഇങ്ങനെ കുട്ടീനെ പഠിച്ചോൻ തന്നല്ലോ, ഇനിയിപ്പോൾ ലൈഫൊന്നും വേണ്ട, ലൈഫ് ഇത്രയൊക്കെ തന്നെ സന്തോഷം ഉണ്ടാവുള്ളൂ, ഇതുവരെ ഉണ്ടായ സന്തോഷം ആസ്വദിച്ചല്ലോ, ഇനി അത്ര മതി എന്ന് പറഞ്ഞിരിക്കാതെ സ്വയം സങ്കടപ്പെടാനുള്ള വഴികൾ കണ്ടെത്താതെ സന്തോഷിക്കാനുള്ള ഇടങ്ങൾ എവിടെയൊക്കെയുണ്ടോ, സ്വയം നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ ഹാപ്പിയാക്കാൻ കഴിയും, സന്തോഷം എവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും, അതിലേക്കൊക്കെ നമ്മൾ പോകണം. അതിലേക്കൊക്കെ നമ്മൾ കടന്നു പോകണം. അവിടേക്ക് നമ്മൾ മക്കളെ കൊണ്ടുപോകണം. ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്തൊന്നും ഈ കുട്ടികൾ ഒരു നിലക്കും അഡ്ജസ്റ്റ് ആവില്ല, പക്ഷെ കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് വീൽ ചെയറിലുള്ള കുട്ടികളാവട്ടെ, അവരെ ഉന്തി കൊണ്ടുപോകണം പേരൻസ്. മൈസൂരിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടീനെ ഒക്കത്ത് വെച്ചിട്ടും ഒരു കുട്ടീനെ വീൽ ചെയറിൽ വെച്ചിട്ടും കുട്ടികളെ ഉന്തുന്ന അമ്മമാരെ. നമ്മൾ ചുമ്മാ നമ്മൾ ടൂറ് പോകുന്നുണ്ടല്ലോ, ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ട് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്കൊന്ന് പോയി നോക്കും നമ്മളെ മക്കളെ കൊണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹം എത്രത്തോളം ഉണ്ട്. അവിടെ വെച്ച് നമ്മൾ പറയും അൽഹംദുലില്ലാ, ഞാൻ എന്തൊരു സന്തോഷവതിയാണ്, ഞാൻ എന്തൊരു ഹാപ്പിയാണ്, എനിക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ദൈവം തന്നിട്ടില്ലല്ലോ, അള്ളാഹുവിനെ അതിൽ നിന്നൊക്കെ സംരക്ഷിച്ചല്ലോ എന്ന് നമ്മൾ അപ്പം തിരിച്ചറിയും. മാഷാ അല്ലാഹ്, എനിക്ക് ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ കടന്നു വന്ന വഴി എന്നെപ്പോലുള്ള പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മോൾക്ക് ഒരു 8 വർഷം മുന്നേ ഈ അവസ്ഥയിലേക്ക് വന്നപ്പം പല പേരൻസിനോടും ചോദിക്കാമായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങൾ നടത്താൻ വേണ്ടി ചെയ്തത്, എന്തായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുത്തത്, ഏത് രീതിയിലേക്കായിരുന്നു നിങ്ങൾ ഏതിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു, അങ്ങനെ 100 സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ അറിയാത്ത പേരൻസിനോട് പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു ടിപ്സ് കിട്ടിയെങ്കിൽ എൻ്റെ മോൾക്കും അത് ചെയ്തു കൊടുക്കാമായിരുന്നു എന്ന് വിചാരിച്ച്. ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് ചോദിക്കാതെ തന്നെ അവരുടെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഈ കാണുന്ന ഈ സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ആളുകളൊന്നും ഞാൻ നേരിട്ട് പരിചയമുള്ളവരേ അല്ല, പല ദിക്കുകളില്ല. ഞാനിപ്പോൾ ഷാർജയിലുള്ള കുട്ടിക്കും അതുപോലെ ദുബായിലുള്ള കുട്ടിക്കും ഒക്കെ ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ആ കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല.
പക്ഷേ ഇത്തരം വീഡിയോ ഒക്കെ ചെയ്ത് കുട്ടിയുടെ മാറ്റം ആദ്യം അവൾ എങ്ങനെയായിരുന്നോ ഇപ്പം അവളിലേക്ക് വന്ന മാറ്റം എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തെളിവ് സഹിതം ബോധ്യപ്പെടുന്നതിന് ശേഷമാണ് അവർക്ക് ഞാൻ ക്ലാസ് കൊടുക്കുന്നത്. ചുമ്മാ പറയുന്നതല്ല, എന്നെ അറിയുന്ന പേരൻസിനൊക്കെ അറിയാമായിരിക്കാം. മാഷാ അല്ലാ, എൻ്റെ കുട്ടി ഒരുപാട് മാറി. അത് തന്നെ ഞാൻ പറയുന്നത്. ഇതിന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അന്ന് എനിക്ക് പറയുമ്പോൾ ഒരുപാട് സങ്കടങ്ങളായിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ഞാൻ മോളെ കൊണ്ട് മൈസൂരിലേക്ക് പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇല്ല എന്നുള്ള എനിക്ക് ഉത്തരം പറയാനുണ്ട്. കുട്ടി നടക്കുമോ? ഇല്ല. കുട്ടി ചിരിക്കോ? ഇല്ല. കുട്ടിയുടെ ഉമ്മാനെ തിരിച്ചറിയോ? ഇല്ല. കുട്ടിക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല. കുട്ടീൻ്റെ വീട് അവിടെ ഒന്നുമില്ല. ഇന്ന് ഞാൻ പറയുന്നു എൻ്റെ കുട്ടിക്ക് എല്ലാം അറിയാം, എല്ലാം ഉണ്ട്. അവൾക്ക് അവളെ ഉമ്മയെ അറിയാം, അവൾക്ക് അവിടെ വീട് എവിടെയെന്നറിയാം, അവളെ ഉപ്പാൻ്റെ പേരറിയാം, ഉപ്പാൻ്റെ ഫോൺ നമ്പർ അറിയാം, അവളെ ബോഡി പാർട്സ് അറിയാം, എല്ലാം അറിയാം. അവളെ സ്കൂൾ ഏതാണെന്ന് അവൾക്ക് തിരിച്ചറിയാം, അവളെ ക്ലാസ് ടീച്ചർ ആരാണ്, അവരുടെ ഫ്രണ്ട്സ് ആരാണ്, അതെല്ലാം തിരിച്ചറിയാനായി. അൽഹംദുലില്ലാ, ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനി എൻ്റെ മോളി എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കട്ടെ, അവൾ സ്വയം കാര്യങ്ങൾക്ക് മാഷാ അല്ലാ പെർഫെക്റ്റ് ഓക്കെ ആയി. അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു മറ്റുള്ള പേരൻസിന് പറഞ്ഞു കൊടുക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ. ഇൻഷാ അല്ലാ ഇതിന് തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ വീഡിയോ എൻ്റെ ഒഴിവ് സമയങ്ങളിലൊക്കെ ചെയ്യാം. എല്ലാവരും വീഡിയോ കാണുക. എന്നെ പോലുള്ള പേരൻസിലേക്ക് മാക്സിമം നിങ്ങൾ ഇതെത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വഴി ഏതെങ്കിലും ഒരു കുട്ടി മാറാനിടയായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം പടച്ചറപ്പ് തരിക തന്നെ ചെയ്യും. എല്ലാ കുട്ടികളും മാറട്ടെ. ഇവർ നിഷ്കളങ്കരാണ്. എത്ര ഏജായാലും ഒരു കുട്ടിത്തം മാറാത്ത നിഷ്കളങ്കമായി അവരെ സ്നേഹിക്കുന്ന ആളുകളെ ആത്മാർത്ഥമായി ഒരു ചതിയോ കളങ്കവും ഇല്ലാതെ സ്നേഹിക്കുന്ന മക്കളാണ്. അവരെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക. ഇത്തരം ആളുകളെ തിരിച്ചറിയാതെ പോയാൽ അവർക്കല്ല പരിമിതി, നമുക്കാണ്. നമുക്ക് അല്ലാഹു എല്ലാ നിയമത്തുകളും തന്നിട്ടും എന്തുകൊണ്ട് നിന്നെക്കാൾ കഴിവില്ലാത്തവരെ, അതായത് നിനക്ക് കാണാൻ കഴിയുമെങ്കിൽ കാണാൻ കഴിയാത്ത ആളെ നീ എന്തുകൊണ്ട് ആ കണ്ണുകൊണ്ട് നീ കണ്ടില്ല? അത് അല്ലാഹു ചോദിക്കും. അതിൻ്റെ മുന്നിൽ നമുക്ക് ഉത്തരം പറയാനുണ്ടാവില്ല. നമുക്ക് വേണ്ടി മാത്രം തന്ന നിയമത്തുകളല്ല, അത് മറ്റുള്ളവരെ തിരിച്ചറിയാൻ കൂടി വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത്തരം ആളുകളെ സഹതാപത്തിൻ്റെ നോട്ടം നോക്കിയിട്ട് അയ്യോ പാവം അങ്ങനെ പറഞ്ഞിരിക്കാനുള്ളതല്ല. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒരു കൈ കൊടുത്ത് എണീക്ക് മോളെ, എന്നാ ഞാൻ നിൻ്റെ കൂടെ ഞാനുണ്ട്, എണീക്ക്. അത് മതിയാവും അവർക്ക് വലിയൊരു സപ്പോർട്ടിന്, സന്തോഷത്തിന് വഴിയൊരുക്കാൻ ആ പേരൻസിന്. മാഷാ അല്ലാ, എല്ലാവർക്കും അതിന് കഴിയട്ടെ. തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ബാക്കി വിശദമായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.